ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു മോൾഡ് ഉണ്ടാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഷോഗൻ്റെ മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്നാണ് കാണിച്ചത്. അപ്പോൾ മോൾഡ് ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ മോൾഡ് എങ്ങനെയാണെന്ന് കാണിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ആ ബൈക്കിൽ അതേപോലെ ഇരിക്കുന്ന രീതിയിൽ നമ്മൾ PU ഫോമിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഔട്ടർ ഭാഗങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ബോഡി ഫില്ലറൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് ഫിനിഷാക്കി എടുത്താണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ മോൾഡ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം മോൾഡ് ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുന്നായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വാക്സ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് റിലീസായി പോരാൻ വേണ്ടിയിട്ട് വാക്സ് ഒന്ന് അപ്ലൈ ചെയ്യും. അതിപ്പോൾ ബോഡി ഫില്ലർ ഇട്ട് ഡയറക്റ്റ് നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ടതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഫിനിഷ് കിട്ടും. പിന്നെ മോൾഡ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മോൾഡ് ചെയ്യുന്ന ഭാഗം എത്രത്തോളം ഫിനിഷിംഗ് ഉണ്ടോ അത്രത്തോളം നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റും നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. മാക്സിമം ഫിനിഷ് എടുത്തതിന് ശേഷം ഇതേപോലെ എല്ലാ ഭാഗത്തും ഈവനായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് വാക്സ് ചെയ്തിട്ട് അത് മൊത്തമായിട്ടും തുടച്ചെടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് മോൾഡ് പെട്ടെന്ന് റിലീസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഒരു PVAൻ്റെ ചെറിയൊരു കോട്ടിങ് കൊടുക്കും. PVA എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ PVAൻ്റെ കോട്ടിങ് വന്നു കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു തിൻ ഫിലിമായിട്ട് ഇതിൻ്റെ ഇടയിൽ നിൽക്കും. അപ്പോൾ നമുക്ക് മോൾഡ് പെട്ടെന്ന് റിലീസ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ എന്തിൽ തന്നെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ PVAൻ്റെ കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റിലീസ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഓൾറെഡി ഇതിപ്പോൾ മോൾഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്കൊരു ഷേപ്പിൻ്റെ മുകളിൽ സെപ്പറേറ്റ് ഫൈബറിങ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് PVA ഉണ്ടെങ്കിൽ പെട്ടെന്ന് മോൾഡ് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഫോം ഷീറ്റിൽ ചെയ്തു. അതേപോലെ തന്നെ നമ്മളിതിൽ ക്ലേയിൽ ചെയ്യാറുണ്ട്. ഫോം ഷീറ്റിൽ ഹാർഡ് ബോർഡിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഇളകി പോരണമെങ്കിൽ ഇതാണ് നല്ലത്. മറ്റേ നമ്മളിതിൻ്റെ മുകളിൽ പിന്നെ ജെൽ കോട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് റെസിനോ എന്തെങ്കിലും അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹാർഡ് സർഫസിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. വാക്സിനെ കൊണ്ട് മാത്രം നമുക്ക് റിലീസ് ചെയ്തെടുക്കാനുള്ള ഒരു എളുപ്പം, അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുത്ത് അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് PVAൻ്റെ കോട്ടിങ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് നേർപ്പിച്ചതിന് ശേഷം, നേർപ്പിക്കാൻ വെച്ചാൽ ഓൾറെഡി കുറച്ച് തിക്നെസ് ഉണ്ടാവും, നല്ല തിക്കായിട്ടാണ് വരിക. അപ്പോൾ കുറച്ചൊന്ന് ഡയല്യൂട്ട് ചെയ്തതിന് ശേഷം നല്ല സ്മൂത്തായിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് എല്ലാ ഭാഗത്തും ഒരേപോലെ ഈവൻ കോട്ടിങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷിൻ്റെ ലൈൻസും കാര്യങ്ങളൊന്നും കാണില്ല, നല്ല വൃത്തി തന്നെ കിട്ടും. ഓൾറെഡി നമ്മൾ ചെയ്തത് അത്യാവശ്യം എല്ലാ ഭാഗത്തും എത്തിയെന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത കോട്ടിങ് നമ്മൾ ചെയ്യാനുള്ളത് ജെൽ കോട്ടാണ്. ജെൽ കോട്ടിന് കുറച്ചുകൂടി കോർണറും കാര്യങ്ങളൊക്കെ ഒരു ബലം കിട്ടാൻ വേണ്ടി നമ്മൾ പോളിയസ്റ്റർ പൗഡർ അല്ലെങ്കിൽ ചോക്ക് പൗഡറും യൂസ് ചെയ്യുക. അത് നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നത്തെ നമ്മൾ ഷോഗൻ്റെ മാസ്ക് ചെയ്ത വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഹാർഡ് ബോർഡിൽ അങ്ങനെ ഡയറക്റ്റ് നമ്മൾ ഒരു പ്രത്യേക ഷേപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജെൽ കോട്ടിൻ്റെ ആവശ്യമുണ്ടോയെന്ന്. ജെൽ കോട്ട് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടേണ്ട ഫിനിഷ്ഡ് സർഫസ് ഏത് ഭാഗമാണോ നമുക്ക് ഫിനിഷായി കിട്ടേണ്ടത് ആ ഭാഗത്ത് ഏറ്റവും ടോപ്പിൽ വരുന്ന കോട്ടിങ്ങാണ്. അപ്പോൾ നമ്മൾ മോൾഡ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാക്സിമം മോൾഡാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ജെൽ കോട്ട് നമ്മൾ യൂസ് ചെയ്യും. അതിൽ കൃത്യമായ അളവിൽ ആക്സിലേറ്റർ നമ്മൾ ഏകദേശം 1:100 അതാണ് നോർമൽ റേഷ്യോ. നമ്മൾ പെട്ടെന്ന് ഉണങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ എന്താ വെച്ചാൽ എക്സ്പീരിയൻസ് അനുസരിച്ചിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റെസിനായാലും ജെൽ കോട്ടാണെങ്കിലും ഉറച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യുന്നവർ ഏകദേശം ഈ 1:100 റേഷ്യോയിൽ തന്നെ ചെയ്യുക. ആദ്യം ആക്സിലേറ്റർ കറക്റ്റ് ഫുൾ മിക്സ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ ഹാർഡനർ അല്ലെങ്കിൽ ആക്ടിവേറ്റർ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അതും സെയിം ഈ പറഞ്ഞ 1:100 റേഷ്യോ ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിച്ച് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഇളക്കണം. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും കൂടി മിക്സായിട്ട് റിയാക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ആക്സിലേറ്റർ ഫുള്ളായിട്ട് മിക്സ് വെച്ച് പ്രശ്നമൊന്നുമില്ല, ഉറച്ചു പോകുന്നില്ല. അത് ഇതിൻ്റെ സ്പീഡ് കൂട്ടാൻ മാത്രമേ ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഹാർഡനർ മിക്സ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് ഉറയ്ക്കാൻ തുടങ്ങുക, അതായത് ഹാർഡാവാൻ തുടങ്ങുക. അപ്പോൾ എന്താ വെച്ചാൽ ഹാർഡനർ നമ്മൾ കറക്റ്റ് എപ്പോഴാണ് വേണ്ടതുണ്ടെങ്കിൽ അപ്പം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. അത് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ബ്രഷ് കൊണ്ട് ഈവനായിട്ട് എല്ലാ ഭാഗത്തും ഒരു കോട്ടിങ് എത്തിക്കാൻ ശ്രമിക്കുക. കോർണറുകളിലും അതേപോലെ തന്നെ ചെറിയ ഷേപ്പുള്ള ഭാഗത്തൊക്കെ കുറച്ചധികം എത്താൻ വേണ്ടി ശ്രമിക്കണം. ഈ ഒരു ജെൽ കോട്ടിൻ്റെ ഭാഗമാണ് നമ്മൾ ഊരിയെടുക്കുമ്പോൾ അവസാനമായിട്ട് നമുക്ക് ഫിനിഷ്ഡ് ആയിട്ടുള്ള സർഫസ് ആയിട്ട് കിട്ടുക. അപ്പം മാക്സിമം ഫിനിഷിങ് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ബ്രഷ് കൊണ്ട് തേച്ചിട്ട് ആ ഭാഗം പെയിൻ്റ് അടിച്ച പോലെ ഫിനിഷിങ് ആവണമെന്നല്ല പറയുന്നത്. അതായത് എത്രത്തോളം നമ്മൾ ഈ പറഞ്ഞ കോട്ടിങ് എത്തുന്നുണ്ടോ അത്രത്തോളം നല്ല ഹാർഡായിട്ടുള്ളൊരു കോട്ടിങ് ആയിരിക്കും അത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നോർമൽ ഡ്രസ്സിനെക്കാട്ടിലും കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള സർഫസാണ് കിട്ടുക. എല്ലാ ഭാഗത്തും എത്തിയെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ
ജെൽ കോട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ജെൽ കോട്ട് ചെയ്യുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ജെൽ കോട്ട് ചെയ്യാതെയും ചെയ്യുക. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ജെൽ കോട്ട് സെപ്പറേറ്റ് വാങ്ങി ചെയ്യണമെന്നില്ല. ഇതിന് മുന്നേ നമ്മൾ ഷോഗൻ്റെ മാസ്ക് ചെയ്തപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നമ്മളെ വിളിച്ചവരുണ്ട്. അവർ ട്രൈ ചെയ്തു, സക്സസ് ആയി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അറിഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ ഈ മോൾഡ് ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് പീസ് ഉണ്ടാക്കിയത് എങ്ങനെയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ജെൽ കോട്ട് ഉണങ്ങി വരാൻ നമുക്ക് ഏകദേശം ഒരു 1-2 മണിക്കൂർ സമയം വേണം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. നമ്മൾ ഏകദേശം അരമണിക്കൂറോളം സമയമാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ആ ഒരു സമയത്തിന് ശേഷം നമ്മൾ അടുത്ത ലെയർ മെഷ് ചെയ്യും. ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്, അതായത് ടാക്കി എഫക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ കയ്യിലൊട്ടുന്നൊരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലെയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ 450 GSM ഷീറ്റാണ് നമ്മുടെ അടുത്തുള്ളത്. അപ്പോൾ ഈ ഒരു മാറ്റ് നമുക്ക് 250 GSM തൊട്ട് കിട്ടും. പിന്നെ അതിൽ താഴെയുള്ളതും കിട്ടാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയ്യിലുള്ളത് 450 GSM ആയതുകൊണ്ട് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 ലെയറായിട്ട് പൊളിച്ചെടുത്തിട്ടും ചെയ്യുക, കനം കുറച്ച് ചെയ്യണമെങ്കിൽ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് പീസായിട്ടാണ് ചെയ്യുന്നത്. സിംഗിൾ ഷീറ്റായി ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാ ഭാഗത്തും എത്തിക്കൊള്ളുന്ന ചെറിയ എയറിൻ്റെ ഗ്യാപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു സൈഡിൽ നിന്നായിട്ട് നമ്മൾ ചെയ്തു പോരാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ചെറിയൊരു ലെയറായിട്ട് റെസിൻ അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ചെറിയ കഷ്ണങ്ങളായിട്ട് ഓരോരോ പീസ് ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം ഓരോ ഭാഗത്തു നിന്നായിട്ട് ചെയ്തു തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ കയ്യിലുള്ളത് 250 GSM അല്ലെങ്കിൽ താഴെയുള്ളതൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ ലെയറായിട്ട് എടുക്കാം. പക്ഷേ എയർ കൊടുക്കുന്നൊരു പ്രശ്നമാണ് നമുക്ക് കാര്യമായിട്ട് വരാനുള്ളത്. അപ്പോൾ ആ ഭാഗത്ത് പിന്നീട് നമ്മൾ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ചെറിയ പീസായിട്ട് ചെയ്യുക. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗ്ഗം. നമുക്ക് വേണ്ട ഭാഗത്ത് എല്ലാ ഭാഗവും ഫ്ലെക്സിബിളായിട്ട് കിട്ടും. മെഷ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കത്രിയോ അല്ലെങ്കിൽ എന്താ പറയുക ബ്ലേഡോ വെച്ച് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എഡ്ജ് ഷാർപ്പായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാ ഭാഗവും ഇതേപോലെ തന്നെ ഓവർലാപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് സ്കെയിൽ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ കീറിയെടുത്താൽ മതി. നമുക്ക് പേപ്പറൊക്കെ കീറുന്ന പോലെ കീറിയെടുത്ത് കഴിഞ്ഞാൽ കിട്ടും, ഇതേപോലെ കിട്ടും. അപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് വേണ്ട ഷേപ്പ് ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും കൂടി കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെസിന് കവർ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ അത്യാവശ്യം നമുക്ക് റെസിൻ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഭാഗങ്ങൾ മാക്സിമം അതിൽ ഒട്ടിച്ച് വെച്ചതിന് ശേഷം ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് റെസിന് എല്ലാ ഭാഗത്തും ഫില്ലാവുന്നുണ്ടോ ശ്രദ്ധിച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്തതായിട്ട് റെസിൻ മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ റെസിന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. അത് വേസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആക്സിലേറ്റർ നമുക്ക് ഒഴിച്ചിട്ട് എത്ര വേണമെങ്കിൽ മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളത് എത്രയാണോ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ആക്ടിവേറ്റർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഹാർഡനർ ഒഴിച്ചതിന് ശേഷം ആവശ്യമുള്ളത് മാത്രം എടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ നേരത്തെ പറഞ്ഞ 1:1 റേഷ്യോ തന്നെ കീപ്പ് ചെയ്യുക. അങ്ങനെ കുറച്ച് സമയം എടുത്താലും വേസ്റ്റേജ് ഉണ്ടാവില്ല. പിന്നെ ഓരോ പ്രാവശ്യവും ജെൽ കോട്ടായാലും എന്തായാലും റെസിനായാലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷ് നമുക്ക് വാഷ് ചെയ്യണമെങ്കിൽ അസറ്റോൺ നിർബന്ധമാണ്. അപ്പോൾ അസറ്റോൺ ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രഷ് ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ ബ്രഷ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ബ്രഷ് ഡ്രൈ ആവാതെ നോക്കുക. ബ്രഷ് അത്യാവശ്യം സ്മൂത്തായാൽ മാത്രമേ നമുക്ക് എല്ലാ ഭാഗത്തും എത്തിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ബ്രഷ് വളരെ സോഫ്റ്റ് ആണെങ്കിലും നമുക്ക് എല്ലാ ഭാഗത്തും എത്തിക്കാൻ കഴിയില്ല. അതിനാണ് നമ്മൾ ബ്രഷ് കുറച്ച് മുറിച്ചിട്ടുള്ളത്. അല്ലാതെ ബ്രഷിൻ്റെ ആ ഒരു ബ്രിസിൽസ് അത്ര നീളം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗത്തും കഴിയില്ല. അപ്പോൾ എല്ലാ ഭാഗത്തും എയർ ഇല്ലാതെ എല്ലാ ഭാഗത്തും ഫില്ലാകാൻ നോക്കുക. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഹാർഡനറോ അല്ലെങ്കിൽ ആക്ടിവേറ്ററോ കൂടുതൽ ഒഴിച്ച് മിക്സ് ചെയ്ത് പെട്ടെന്നാവാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗത്തും ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കാൻ കഴിയില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ തന്നെ ഈ പറഞ്ഞ റെസിൻ ഉറച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രം അങ്ങനെ ചെയ്യുക. അല്ലാത്ത പക്ഷം നമ്മൾ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ പതുക്കെ കുറച്ചാലും നമുക്ക് സാധനം വേസ്റ്റേജ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ ഭാഗത്തും ഫുള്ള് ഫില്ലായിട്ട് കോർണറും കാര്യങ്ങളൊക്കെ എത്തിയതിന് ശേഷം മാത്രം പ്രത്യേകിച്ച് ഒരു മോൾഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ വർക്കാണെന്ന് വെച്ചാൽ വർക്ക് നമുക്ക് പറ്റില്ലെന്ന് ഒഴിവാക്കാം. മോൾഡ് എന്ന് വെച്ചാൽ ഒരുപാട് പ്രാവശ്യം ഉപയോഗിക്കേണ്ടതുകൊണ്ട് ഒന്നിൽ കൂടുതൽ ലെയർ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു റെസിൻ തേച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ എന്താ പറയുക എല്ലാ ഭാഗത്തും റെസിൻ ഫില്ല് ചെയ്യുക എന്നുള്ളൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഫൈബറിങ് ആദ്യമായിട്ട് കാണുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത വീഡിയോ ഒന്ന് കാണുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മിസ്സായ കാര്യങ്ങൾ അതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു ലെയർ അടിച്ച് കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഒരു ലെയർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം അത് ഒരു ടാക്കി എഫക്റ്റ് ആകുമ്പോൾ നമുക്ക് അടുത്ത ലെയർ ചെയ്ത് തുടങ്ങാം.
അപ്പോൾ രണ്ടോ അതിലധികമോ ലെയർ ചെയ്താലേ നമുക്കൊരു മോൾഡിനെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ട ബലം കിട്ടും. അവസാന ലെയർ ചെയ്യുമ്പോൾ റെസിനിൽ കുറച്ചുകൂടി ചോക്ക് പൗഡർ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പോളിയസ്റ്റർ പൗഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ടർ സർഫസ് കുറച്ച് ഹാർഡാവും. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മോൾഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചോക്ക് പൗഡറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ചില പീസുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിലധികം പീസായിട്ട് മോൾഡ് ചെയ്യേണ്ടത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ഭാഗവും 2 ലെയറിൽ കൂടുതൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഉണങ്ങാൻ വേണ്ടി കാത്തിരിക്കാം. അതേപോലെ ഫൈബറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മളെ ഈ കൈ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കൈ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അസറ്റോൺ ഉപയോഗിക്കാം. അസറ്റോൺ വില കൂടുതലായതുകൊണ്ട് കുറച്ചുകൂടി ചിലവ് കുറഞ്ഞ പരിപാടി എന്ന് വെച്ചാൽ അലക്ക് സോപ്പോ അല്ലെങ്കിൽ സോപ്പും പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി കഴിഞ്ഞാൽ കൈ നന്നായിട്ട് വൃത്തിയാവും. നമ്മൾ ചെയ്ത മോൾഡ് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഇതേപോലെ തന്നെ ഈ പൊന്തി നിൽക്കുന്ന ഈ ഒരു പീസുകൾ നമ്മളെ കയ്യിൽ തട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മോൾഡ് ഊരിയെടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കയ്യിലേക്ക് കുത്തി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പരിക്ക് പറ്റും. അതേപോലെ ഇത് കയ്യിൽ കയറി കഴിഞ്ഞാൽ ഇത് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞ ശേഷം വാട്ടർ അതോറിറ്റി ചെയ്യുന്നൊരു പരിപാടിയാണ്. നമ്മൾ ചെയ്ത് വെച്ചാൽ ഈ ഒരു ഫസ്റ്റ് പീസ് നമ്മൾ എടുക്കുമ്പോൾ പൂർണ്ണമായിട്ട് നമുക്കത് കേടൊന്നു പോകും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഉണ്ടാക്കുന്ന ഒരു എഫേർട്ട് എടുത്ത് ഉണ്ടാക്കിയൊരു പീസ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ ഫോം ഷീറ്റ് ആണെങ്കിലും ഈ പറഞ്ഞ ക്ലേ ആണെങ്കിലും ഒക്കെ നമുക്ക് സാധനം നഷ്ടം. നമ്മൾ ഈ മെറ്റൽ ഷീറ്റിൽ ഫാബ്രിക്കേറ്റ് ചെയ്താണെന്ന് വെച്ചാൽ അതിന് ഡാമേജൊന്നും സംഭവിക്കില്ല. അപ്പോൾ നമുക്ക് കിട്ടുക എന്നുള്ളത് ഈ ഒരു മോൾഡാണ് നമുക്ക് ആവശ്യം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു ഫസ്റ്റ് പീസിനെ പറ്റി ചിന്തിക്കുന്നില്ല. ഇത് പെട്ടെന്ന് ഈ എഡ്ജിൽ നിന്ന് പോരാനാണ് നമ്മൾ നേരത്തെ PU അപ്ലൈ ചെയ്തത്. അല്ലെങ്കിൽ ഈ കാണുന്ന പോലെ നമുക്ക് മോൾഡിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് കിട്ടാനുള്ള സാധ്യതയല്ല. ആദ്യം നമ്മൾ ചെയ്ത ബോഡി ഫില്ലറും കാര്യങ്ങളൊക്കെ അതിൽ പറ്റി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് വെള്ളം നനച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ മോൾഡിൽ നമുക്ക് ഊരിപ്പോരും. ഈ പറഞ്ഞ ഗ്യാപ്പ് നമ്മൾ ഇതേപോലെ സ്കെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ മോൾഡ് ഡാമേജ് ആവാത്ത പോലുള്ള എന്തെങ്കിലും ഫൈബറിൻ്റെ സ്റ്റീസറോ കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളിത് ഊരിയെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം അതിൻ്റെ ഇടയിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മോൾഡിൽ നിന്ന് ഈ PVA ഉരുകിയിട്ട് ഇളകിപ്പോരും. അപ്പോൾ നമ്മുടെ മോൾഡിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ അടുത്ത പീസ് ഉണ്ടാക്കും. എഡ്ജും കോർണറും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പേപ്പർ ഇട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ സെറ്റല്ലേ? നമുക്ക് ഇനി ഇതുപോലുള്ള വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാം.